ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ പൃഥു മഹാരാജാവിനോട് തുടരുകയാണ്. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം പ്രജാപരിപാലനമാണ് സ്വധർമ്മം. ആ ധർമ്മം ശരിയാം വണ്ണം അനുഷ്ഠിച്ച് രാജ്യഭാരം പൂർത്തിയാക്കി മരണശേഷം പരലോകത്തെത്തുന്ന രാജാവ് പ്രജകളുടെ സത്കർമ്മ ഫലത്തിൻ്റെ 1/6 അവകാശിയായി ഭവിക്കുന്നു. അതിൻ്റെ ഫലമായി ആ രാജാവിന് സ്വർഗവാസവും തൽഫലമായുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുമാറാകുന്നു. നേരെ മറിച്ച് പ്രജാസംരക്ഷണത്തിൽ വിമുഖനായിരുന്നു കൊണ്ട് അവരിൽ നിന്ന് കരം പിരിക്കുന്ന പ്രവൃത്തി മാത്രം മുറയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ പുണ്യങ്ങൾ പ്രജകളാൽ അപഹരിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി ആ രാജാവിന് നരകവാസവും യാതനകളും അനുഭവിക്കേണ്ടതായി വരുന്നു. അതിനാൽ സ്വധർമാചരണം പരമപ്രധാനമെന്ന് കരുതുക തന്നെ വേണം. നമ്മൾ ആരും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരല്ല. നമ്മളെല്ലാവരും ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അചേതനമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ചരാചരാത്മകമായ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബോധത്തിൻ്റെ ആവിഷ്കാരമാണ്, പരമബോധത്തിൻ്റെ ശക്തിയുടെ പ്രകടനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനം എടുക്കുക, അങ്ങനെ ഒറ്റയ്ക്കില്ല. നമ്മളെപ്പോഴും ഒരു കൂട്ടായിട്ട്, ഒരു നെറ്റ്വർക്കാണ് ഇത്. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ അനുരണനം നമുക്കുണ്ടാകും. ഈ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ മാറ്റൊലികൾ ലോകം മുഴുവൻ ഉണ്ടാകും. നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരല്ല, നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഒരു പൂമ്പാറ്റയുടെ ചിറകടിക്ക് അങ്ങ് വിദൂരതയിൽ ഒരു കൊടുങ്കാറ്റുണ്ടാക്കുവാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ പ്രവർത്തികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തികളിലൂടെ പരമമായ പദത്തിലേക്ക് എത്താൻ എന്താണ് വഴി? ഇവിടെ സ്വർഗപ്രാപ്തിയാണ് പറയുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗം എന്നുള്ള വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അർത്ഥം ദുഃഖമില്ലാത്തിടം ആണ് സ്വർഗം. ദുഃഖം ഉണ്ടാവുക രണ്ടുണ്ടാകുമ്പോഴാണ്. ഭേദതലത്തിലാണ് ദുഃഖം ഉണ്ടാവുക, അഭേദതലമാണ് സ്വർഗം. അപ്പൊ അവിടെ എത്താനുള്ളൊരു വഴി, വളരെ എളുപ്പമായ വഴി. അതായത് ഇനി അനാദര യോഗമൊന്നും ശീലിക്കാൻ നമുക്ക് താല്പര്യമില്ല, നമുക്ക് അങ്ങനത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നതിൽ താല്പര്യമില്ല, എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സാധന ചെയ്യുന്നതിൽ താല്പര്യമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മഹർഷീശ്വരന്മാർ പറയണത് പറ്റും. തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയാ അത് പറ്റുക? നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം എന്തോ അത് നിർവഹിച്ചാൽ മതി. അത് കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ എന്തെങ്കിലും ലോപം വരുത്തിയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരും. ഇനി അഭ്യാസം ചെയ്യുന്നവരാണെങ്കിലോ, എന്തെങ്കിലുമൊക്കെ സാധനകൾ ചെയ്യുന്നവരാണെങ്കിലോ അവരും സ്വധർമ്മം അനുഷ്ഠിക്കണം. ഇപ്പൊ പൊതുവെ സ്വധർമ്മം രാജാവ്, പുരോഹിതൻ ഇവരൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വഭാവാനുസൃതമായ പ്രവർത്തികളാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളോടൊപ്പം നമുക്ക് കുറച്ചു നേരം ഇരുന്നേ മതിയാവുകയുള്ളൂ. നമുക്ക് നമ്മളെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് നമ്മളുടെ വ്യത്യസ്ത പ്രവർത്തികളെ വിലയിരുത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാവുകയുള്ളൂ. ഇടപെടരുത്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പ്രവർത്തികളിൽ ആർജിതമായ അറിവുകൾ കൊണ്ട് നമ്മൾ ഇടപെടാൻ പാടില്ല. ഇപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ്, നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതിനെ നിരീക്ഷിക്കുക, നിഷ്പക്ഷതയോടുകൂടി നിരീക്ഷിക്കണം. നിഷ്പക്ഷതയോടുകൂടി അല്ല നമ്മൾ പലപ്പോഴും നിരീക്ഷിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളെ
നമ്മൾ ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തി ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. നമ്മളുടെ പ്രവർത്തികളെ നമ്മൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്താറില്ല. ഉദാഹരണത്തിന്, കള്ളം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം നിഷ്പക്ഷമായിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പം നമ്മൾ കള്ളം പറയുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പലയിടത്തു നിന്നും പലരും പറഞ്ഞും പലതും വായിച്ചും ധരിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും സത്യം പറയണം എന്നുള്ളത്. അത് ആർജിതമായ അറിവാണ്. അപ്പം നമ്മൾ കള്ളം പറയുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഉടനെ ഈ ആർജിതമായ അറിവ് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ആരാ? നമ്മൾ കള്ളം പറയുന്ന ആളാണ്. അപ്പൊ നമ്മൾ ആയിത്തീരേണ്ടത് ആരാ? സത്യം പറയേണ്ടുന്ന ആളാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകും. നമ്മൾ എന്താണോ അതും നമ്മൾ എന്തായിത്തീരണമോ അതും തമ്മിലൊരു സംഘർഷം ഉണ്ടാകും. ആ സംഘർഷം നമ്മളെ നമ്മുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് കള്ളം പറയുന്നവരാണ് എന്നുണ്ടെങ്കിൽ സത്യം പറയണം എന്ന ആശയം അടിച്ചേൽപ്പിക്കേണ്ട. അത് ആർജിതമായ അറിവാണ്. ആ ആർജിതമായ അറിവുകളാണ് ഓർമ്മകൾ. ചിത്തം എന്ന് പറയുന്നത് ആർജിതമായ അറിവിൻ്റെ സ്റ്റോർ ഹൗസാണ്. ആ ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലല്ലാതെ നമ്മുടെ പ്രവർത്തികളെ നമ്മൾ വിലയിരുത്തുമ്പം നമുക്ക് നമ്മളെ മനസ്സിൽ ആകും. അപ്പോഴേ നമുക്ക് നമ്മളെ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലായാൽ മാത്രമേ നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലല്ലാതെ, അതുകൊണ്ടാണ് നിഷ്പക്ഷതയോടുകൂടി എന്ന് പറഞ്ഞത്. നിഷ്പക്ഷതയോടുകൂടി നമ്മളുടെ പ്രവർത്തികളെ, ചിന്തകളെ വിലയിരുത്തുമ്പം നമുക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ കള്ളം പറയുന്നവരാണ്. എപ്പോഴും കള്ളം പറയുന്നവരാണോ? അല്ല. സത്യവും നമ്മൾ പറയാറുണ്ട്. എപ്പോഴാണ് നമ്മൾ കള്ളം പറയുന്നത്? നമ്മൾ കള്ളം പറയുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഘട്ടത്തിലാണ് പലപ്പോഴും കള്ളം പറയുന്നത്. അപ്പൊ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ എന്നെ പറ്റി ഉണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങൾ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്നെ പറ്റിയിട്ടുണ്ടാക്കിയ സങ്കല്പങ്ങൾ എന്താണ്? അപ്പൊ അങ്ങനെ നമ്മൾക്ക് പതുക്കെ 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 നമ്മുടെ തന്നെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമുക്ക് നമ്മളെ മനസ്സിലാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ, ആ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ആ പ്രവൃത്തി നമ്മളുടെ പരമമായ തലത്തിലേക്ക് എത്തിക്കും. എളുപ്പമല്ല ഇത്. കാരണം ഇതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് പകർന്നു കിട്ടുന്നതല്ല. നമ്മൾക്ക് ഈ പുരാണ ഇതിഹാസങ്ങൾ വായിച്ചു തരുന്നവർ പോലും ഈ അറിവുകളൊന്നും നമുക്ക് പകർന്നു തരാറില്ല. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയുടെ ഈ തലം തികച്ചും അപരിചിതമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം എന്താണ്? ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം താൻ ആരാണ് എന്ന് തനിക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പം അത് എല്ലാ തലത്തിലും ആത്യന്തികമായിട്ട് നമ്മൾ ആരാണെന്ന് മാത്രമല്ല ഈ സംസ്കാരം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാ എന്താണെന്നുള്ളതും വെളിപ്പെടുത്തി തരുന്നതാണ് ഈ സംസ്കാരം. അപ്പൊ ഈ ഗ്രന്ഥപാരായണം എന്ന് പറയുന്നത്, ഗ്രന്ഥപാരായണ ശ്രവണം എന്ന് പറയുന്നതും കണ്ണാടി നോക്കുന്നത് പോലെയാണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണുകയാണ്. ആ നമ്മളെ കാണുന്നതില് ആർജിതമായ അറിവ് എപ്പോഴാണ് വരിക? അയ്യോ, എൻ്റെ മുഖത്തിൻ്റെ ആ ഭാഗത്ത് കുറച്ച് കറുപ്പ് നിറമുണ്ടല്ലോ, അപ്പൊ പിന്നെ ആ കറുപ്പ് നിറം ഇല്ലാണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? ആർജിതമായ അറിവ് വന്നിട്ടാണ് പിന്നെ ഈ മുഖം സുന്ദരമാണോ സുന്ദരമല്ലയോ, ചീർത്താണോ ചീർക്കാതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖമാണ് കാണുന്നത്. ആ മുഖം നമ്മൾ കാണുമ്പം അത് അങ്ങനെ തന്നെ നമ്മൾ
സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കും. അപ്പം അങ്ങനെ നമുക്ക് സ്വധർമാചരണം എന്താണെന്ന് വെളിപ്പെടുത്തി തരുന്നതും കൂടി ഈ ഗ്രന്ഥമാണ്. ഇത് പലരും വിസ്തരിച്ചു പറയാറില്ല എന്നുള്ളത് കൊണ്ടാണ് ആവർത്തിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിത് ആവർത്തിക്കുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാവുകയില്ല. പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ കേട്ടാൽ മാത്രമേ ഈ കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഇതൊരു ഇൻഫർമേഷൻ അല്ല. നമ്മൾ പലതരത്തിലുള്ള നോളജുകൾ ശേഖരിച്ച് ജനറൽ നോളജിൽ ഉസ്താദാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നത്. നമ്മൾ ആർജിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനാണ് നമ്മളിത് അറിയുന്നത്. അതുകൊണ്ട് സ്വധർമാചരണം സ്വർഗപ്രാപ്തിക്കും സ്വധർമ്മ ആചരണ വൈമുഖ്യം നരകപ്രാപ്തിക്കും കാരണമാകും. സ്വർഗനരകങ്ങൾ ലോകത്ത് എവിടെയോ ഉണ്ടോ എന്നുള്ളതല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ അഭേദമായ തലം, ദുഃഖമില്ലാത്ത തലം. നരകം എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടു കൂടിയ തലം. അപ്പം സ്വധർമാചരണത്തിൽ തൽപരരായിരിക്കുന്നവർക്ക് സ്വർഗവും സ്വധർമാചരണ വിമുഖരായിരിക്കുന്നവർക്ക് നരകവും. അതാണ് ഈ പറഞ്ഞു വന്നത്. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം പ്രജാപരിപാലനമാണ് സ്വധർമ്മം. ആ ധർമ്മം ശരിയാം വണ്ണം അനുഷ്ഠിച്ച് രാജ്യഭാരം പൂർത്തിയാക്കി. അപ്പം സ്വധർമാചരണം വിധിയാകും വണ്ണമാണോ അനുഷ്ഠിക്കുന്നത് എന്ന് എങ്ങനെയാ അറിയാം? ഇടയ്ക്കിടയ്ക്ക് നോക്കണം. താൻ മാത്രം തൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ തന്നെ പറ്റി പറയുന്നതും കൂടി ചെവിക്കൊള്ളണം. അങ്ങനെ ചെവിക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ആ ധർമ്മം ശരിയാവണ്ണം അനുഷ്ഠിച്ച് രാജ്യഭാരം പൂർത്തിയാക്കി മരണശേഷം പരലോകത്തെത്തുന്ന രാജാവ് പ്രജകളുടെ സൽക്കർമ്മ ഫലത്തിന്റെ 1/6 അവകാശിയായി ഭവിക്കുന്നു. അയാളുടെ പുണ്യം ഈശ്വരനോട് അടുക്കാനുള്ള സാധ്യത കൂടുന്നു. അതിൻ്റെ ഫലമായി ആ രാജാവിന് സ്വർഗലോകവാസവും തൽഫലമായുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുമാറാകുന്നു. നേരെ മറിച്ച് പ്രജാസംരക്ഷണത്തിൽ വിമുഖനായിരുന്നു കൊണ്ട്, പ്രജാപരിപാലനം സ്വധർമ്മമായിരിക്കുന്ന ഒരാള് സംരക്ഷണത്തിൽ വിമുഖനായിരുന്നു കൊണ്ട് അവരിൽ നിന്ന് കരം പിരിക്കുന്ന പ്രവൃത്തി മാത്രം ഉറക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ പുണ്യങ്ങൾ പ്രജകളാൽ അപഹരിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി ആ രാജാവിന് നരകവാസവും യാതനകളും അനുഭവിക്കേണ്ടതായി വരുന്നു. അതിനാൽ സ്വധർമാചരണം പരമപ്രധാനമെന്ന് കരുതുക തന്നെ വേണം. അപ്പൊ ഇത് ഒരു കൂട്ടായി നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുക. ഇനി ഗുഹയ്ക്കകത്ത് ഹിമാലയത്തിലും ഒക്കെ പോയി അവിടെ മറ്റാരുമില്ലാത്ത ഒരു ഗുഹയ്ക്കകത്തിരുന്നാൽ പോലും ചുറ്റുപാടുകളുമായിട്ട് പ്രതികരിക്കാതെ മനുഷ്യന് ജീവിതം അസാധ്യമാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ജീവിക്കുമ്പോൾ ജീവിതം സമാധാനപൂർണവും സന്തോഷപൂർണവുമാകുന്നത് ഈ ബന്ധങ്ങളുടെ സന്തുലിതാവസ്ഥയിലാണ്. സ്വധർമാചരണം സ്വഭാവം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവൃത്തി എല്ലാവരിലും സന്തോഷത്തെയും സമാധാനത്തെയും ഉണ്ടാക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. അത് സന്തോഷത്തെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുണ്യം ജനിപ്പിക്കും. അത് ബുദ്ധിമുട്ടുകളെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാപത്തെ ഉണ്ടാക്കും. പുണ്യപാപങ്ങള് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കും. അപ്പോൾ സ്വധർമാചരണം അനിവാര്യമാണ്. സ്വധർമാചരണം പരമപ്രധാനമെന്ന് കരുതുക തന്നെ വേണം. നമ്മുടെ സ്വഭാവം അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കണം. അതിന് സഹായിക്കുന്ന രീതിയിലൊക്കെയാണ് ആദ്യമൊക്കെ വിദ്യാഭ്യാസം വിഭാവനം ചെയ്തത്. പക്ഷെ ഇപ്പം അത് മത്സരത്തിനൊരു വേദിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മളിലുള്ള താല്പര്യങ്ങളെയും താല്പര്യക്കേടുകളെയും തിരിച്ചറിയുവാൻ സഹായിക്കും ഇതേ വിദ്യാഭ്യാസം. മത്സരമൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അവരവരുടെ കഴിവുകൾ അനുസരിച്ച് കമ്പാരിസൺ ഇല്ലാതെ, കമ്പാരിസൺ വരുമ്പോഴാണ് മത്സരം ഉണ്ടാവുന്നത്. ആ മത്സരം
ശത്രുവാണ്. കാരണം അത് നിരന്തര സംഘർഷത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ശത്രു എന്ന് വിളിക്കുന്നത്. നമ്മളുടെ കഴിവുകളെയും കഴിവുകേടുകളെയും മറ്റൊരാളുടെ കഴിവുകളെയും കഴിവുകേടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം അത് ജീവിതത്തെ ദുഃഖപൂർണമാക്കും. അതുകൊണ്ട് കമ്പാരിസന്റെ മറ്റൊരു ഭാഗമാണ് മത്സരം. അത് ഒരു രീതിയിലും ആശ്വാസദായകം അല്ല. അതുകൊണ്ട് അവരവരുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടാൻ ശ്രമിക്കുക, സ്വധർമ്മം ആചരിക്കുക. അത് പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരമുള്ള ആചരണം തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആചരണങ്ങളെ സ്വീകരിച്ച് ആദ്യമൊക്കെ മുന്നോട്ട് പോകുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ കണ്ടെത്തേണ്ടത് അവരവരുടെ സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവൃത്തികളെയാണ്. അത് കണ്ടെത്തി അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുമ്പോൾ ജീവിതം സ്വസ്ഥതയോടുകൂടിയതായിരിക്കും. നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം? ആ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവാനുസൃതമായതാണ്. സ്വഭാവാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. ഒരു പൂവ് മൊട്ടായി തുടങ്ങി പൂർണ്ണമായി വിരിഞ്ഞ് വണ്ടുകൾക്ക് തേനെല്ലാം കൊടുത്ത്, പൂമ്പാറ്റകൾക്കും വണ്ടുകൾക്കും തേനെല്ലാം കൊടുത്ത് അതിൻ്റെ കർത്തവ്യ നിർവഹണം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞ് തിരിച്ച് എവിടെ നിന്നാണോ അത് ഉരുത്തിരിഞ്ഞു വന്നത് അതിലേക്ക് ലയിച്ചു ചേരുകയാണ്. അതിൻ്റെ ജീവിതം പൂർണ്ണമായി എന്ന് പറയാം. അതുകൊണ്ട് ആ പൂവിന് ഇനി ഒരു ജന്മമുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. അപൂർണമായത് മാത്രമേ വീണ്ടും ആവർത്തിക്കപ്പെടുകയുള്ളൂ. അപൂർണമായ ഫയലുകൾ മാത്രമേ തിരിച്ചു വരികയുള്ളൂ. പൂർണ്ണമാക്കപ്പെടുന്ന ഫയലുകൾ ഒന്നും തിരിച്ചു വരികയില്ല. പൂർണ്ണത എന്ന് പറയുന്നത് സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതാണ് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം. നമ്മളിൽ പലരും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. ഞാൻ ഈ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്, എൻ്റെ റോൾ എന്താ ഇവിടെ എന്നുമൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. അതിൻ്റെ എല്ലാം ഉത്തരം സ്വധർമാചരണം എന്നാണ്. ഈ സ്വധർമാചരണം എന്നുള്ള വാക്ക് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. കാരണം സ്വധർമാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വർണ്ണാശ്രമ ധർമ്മങ്ങളിലേക്കൊന്നും പോകണ്ട. അങ്ങനെ വേറൊരാള് നമ്മുടെ സ്വഭാവത്തെ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും. ആ സ്വധർമ്മ ആചരണത്തിലൂടെയാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. അർത്ഥപൂർണമായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നത് സ്വധർമ്മം എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ്. ആ കണ്ടെത്താനുള്ള യാത്ര പോലും ഒരു സാധനയാണ്. സ്വധർമ്മം എന്താണെന്ന് തിരിച്ചറിയുവാൻ നടത്തുന്ന പ്രയത്നം ഒരു സാധനയാണ്. അത് കണ്ടെത്തി അത് കൃത്യമായി വിധി പ്രകാരം എന്നിവിടെ പറഞ്ഞു, ശരിയാവണ്ണം ആ ധർമ്മം ശരിയാവണ്ണം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ പരമമായ പദത്തിലേക്ക് എത്താം. വേറൊന്നും ചെയ്യണ്ട, വേറൊരു സാധനയും ചെയ്യണ്ട. കാരണം ഇത് ചെയ്യുമ്പോൾ പുണ്യം സമ്പാദിക്കുകയും അതായത് ഈശ്വരനോട് അടുക്കുകയും താൻ ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞ് അഭേദതലത്തിൽ നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനാൽ സ്വധർമാചരണം പരമപ്രധാനമെന്ന് കരുതുക തന്നെ വേണം.